നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യമുള്ള ഗ്രഹമാണ് വ്യാഴം. 12 വർഷത്തിന് ശേഷം വ്യാഴത്തിൻ്റെ 9ാം ഭാവം സൂര്യനിൽ വരാൻ പോവുകയാണ്. ഈ 2023 അവസാന ദിവസമായ ഡിസംബർ 31 തീയതി വ്യാഴം മേടം രാശിയിൽ നേർരേഖയിൽ വരും. ഈ മാറ്റത്തിനിടയിൽ സൂര്യൻ ധനുരാശിയിലും പ്രവേശിക്കുന്നുണ്ട്. വ്യാഴം മേടം രാശിയിലും സൂര്യൻ ധനുരാശിയിലും നിൽക്കുമ്പോൾ വ്യാഴവും സൂര്യനും പരസ്പരം ചേർന്ന് ഗജലക്ഷ്മി യോഗം രൂപം കൊള്ളും. ഈ ശുഭകരമായ ഗജലക്ഷ്മി യോഗം തൊഴിൽപരമായും സാമ്പത്തികപരമായും വളരെ നല്ലതാണ്. ഈ ഗജലക്ഷ്മി യോഗം 5 രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ഇവർക്ക് ഈ പുതുവർഷത്തിൽ ജോലിയിലും ബിസിനസ്സിലും വമ്പിച്ച ഉയർച്ച ലഭിക്കും. വ്യാഴം നേർരേഖയിൽ വരുന്നതിനാൽ പുതുവർഷത്തിൽ ഭാഗ്യം തെളിയുന്ന 5 രാശിക്കാർ ആരൊക്കെയാണെന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. പുണർതം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടക കൂറിൽ ജനിച്ചവർക്ക് വ്യാഴം നേർരേഖയിൽ വരുന്നതിനാൽ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലെല്ലാം ആഗ്രഹിച്ച ഗുണഫലങ്ങൾ തന്നെ ലഭിക്കും. ഈ സമയത്ത് ഇവർക്ക് കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ചയും നേട്ടങ്ങളും ലഭിക്കും. ബിസിനസ്സിൽ നിരവധി സുവർണാവസരങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഇവരെ തേടിയെത്തും. ഇവർക്ക് ഈ സമയത്ത് ഭൂമി, വീട്, വാഹനം എന്നിവ വാങ്ങാനാവും. ഇവർക്ക് വിദേശത്ത് പോകാനുള്ള അവസരം ലഭിക്കും. ഇവർ ഒരു പങ്കാളിത്ത ബിസിനസ് ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിനുള്ള നല്ല സമയമാണിത്. ഈ 2024 പുതുവർഷത്തിൽ ഇവരുടെ ഭാവി വളരെയധികം ശോഭനമായിരിക്കും. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെയുള്ള ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ സംക്രമണം വളരെ ശുഭകരമായ ഫലങ്ങളാണ് കൊണ്ടുവരുന്നത്. ഈ സമയത്ത് സന്താനങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ ഇവർക്ക് ലഭിക്കും. പുതിയ വർഷത്തിൽ ഇവരുടെ ബിസിനസ് പല മടങ്ങ് വളരുകയും സാമ്പത്തിക സ്ഥിതി വളരെയധികം ശക്തമാവുകയും ചെയ്യും. ഇവർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും പണം ഒഴുകിയെത്തും. തൊഴിൽ രഹിതർക്ക് ഈ സമയം ഒരു പുതിയ ജോലിക്കുള്ള ഓഫർ ലഭിക്കും. ഇവർക്ക് കർമ്മരംഗത്തും സമൂഹത്തിലും ഉയർച്ചയും ബഹുമാനവും ലഭിക്കും. ഇവർക്ക് പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാകും. സാമ്പത്തികപരമായും തൊഴിൽപരമായും ഇവരുടെ സ്ഥിതി വളരെയധികം ശക്തിപ്പെടും. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴം നേർരേഖയിൽ നിൽക്കുന്നതിനാൽ വരാനിരിക്കുന്ന പുതുവർഷത്തിൽ വളരെയധികം നല്ല അവസരങ്ങൾ ലഭിക്കും. ഇവരുടെ വരുമാനം കാര്യമായി വർദ്ധിക്കുകയും പണം എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതിന് അവസരവും ലഭിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട മികച്ച അവസരങ്ങൾ ഇവർ ആഗ്രഹിച്ച വഴിക്ക് തന്നെ വന്നു ചേരും. ജോലിക്കാര്യത്തിൽ ഇവർക്ക് വലിയൊരു തീരുമാനമെടുക്കാനാവും. ഈ കാലയളവിൽ ഇവർ ഏത് ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാലും അതിൽ നിന്നും ഇവർക്ക് മികച്ച വരുമാനം ലഭിക്കും. ഈ സമയത്ത് കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഇവർക്ക് എല്ലാവിധ പിന്തുണയും ലഭിക്കും. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് പുതുവർഷത്തിൽ നല്ലൊരു പങ്കാളിയെ കണ്ടെത്താൻ അവസരം ലഭിക്കും. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെയുള്ള ധനുക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ നേർരേഖയിലുള്ള ചലനം വളരെയധികം സന്തോഷവും സമാധാനവും കൊണ്ടുവരും. ധനുരാശിക്കാർക്ക് ഈ സമയത്ത് തൊഴിൽപരമായ മുന്നേറ്റത്തിന് ധാരാളം അവസരങ്ങൾ ലഭിക്കും. ഇവർക്ക് കരിയറിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ഇവരുടെ പ്രണയജീവിതവും മികച്ചതായിരിക്കും. അവിവാഹിതർക്ക് നല്ല പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. പുതുവർഷത്തിൽ ഇവരുടെ ബിസിനസ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും. ഇവർക്ക് ബിസിനസ്സിൽ നിന്നും വൻ ലാഭം നേടാനാവും. ഇവരുടെ കുടുംബത്തിൽ സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും. പൂരുരുട്ടാതി അവസാനകാൽ ഭാഗം, ഉത്രട്ടാതി, രേവതി വരെയുള്ള മീനക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ നേർരേഖയിലുള്ള ചലനം ഈ കാലയളവിൽ സന്തോഷവും സാമ്പത്തിക ഭദ്രതയും നൽകും. പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇവർ ആഗ്രഹിച്ച ഫലങ്ങൾ തന്നെ ലഭിക്കും. ഇവർക്ക് പുതുവർഷത്തിൽ ധാരാളം പണം സമ്പാദിക്കാനുള്ള മികച്ച അവസരങ്ങൾ ലഭിക്കും. പങ്കാളിത്തത്തിൽ ബിസിനസ് ചെയ്യാൻ ആസൂത്രണം ചെയ്യുന്നത് ഇവർക്ക് വിജയം നൽകും. കൂടാതെ തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ കാലയളവിൽ നല്ല വരുമാനവും ലഭിക്കും.
അവിവാഹിതർക്ക് അനുകൂലമായ ചില പുതിയ ബന്ധങ്ങൾ വന്നേക്കാം. അതുപോലെ ഉടൻ തന്നെ ഇവരുടെ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.